ഹായ് ഓൾ, നീറ്റ്ഫ്ലിക്സ് ദർശന അക്കാദമി. നമുക്കറിയാം നിങ്ങൾക്ക് ഏറെ ബെനിഫിഷ്യൽ ആയിരുന്ന നീറ്റ്ഫ്ലിക്സ് ഓൺ ഗോയിങ് സീരീസ് ഓഫ് ദർശന അക്കാദമി ഇന്ന് വീണ്ടും ബയോളജിയുമായിട്ട് മിസ് എത്തിയിരിക്കുവാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്നുള്ള യാതൊരു സംശയവുമില്ല. നിങ്ങൾ പഠിക്കുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ നമ്മൾ ഇന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഡീൽ ചെയ്യുക? അപ്പോൾ നമ്മൾക്കറിയാം സെക്ഷുവൽ റീപ്രഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ബോട്ടണി ഏരിയ ആണ് എന്ന് പറഞ്ഞാൽ ബോട്ടണി സുവോളജിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇത്തവണ ക്വസ്റ്റ്യൻ ഇല്ലടാ, നമുക്കറിയാം. 90 ക്വസ്റ്റ്യൻസ് റൈറ്റ്, ക്ലിയർ? അത് ബയോളജി 32 ചാപ്റ്റേഴ്സ്. അതിൽ സെക്ഷുവൽ റീപ്രഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് ജെനറ്റിക്സ് 1 എന്ന് നമ്മൾ വിളിക്കുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിരവധി ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ്, 7 ക്വസ്റ്റ്യൻസോളം, 4-6 ക്വസ്റ്റ്യൻസോളം ചോദിക്കുന്ന ജെനറ്റിക്സ് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. അവിടെ നമുക്കറിയാം സെക്ഷുവൽ റീപ്രഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് 2-3 അഗെയിൻ ഒരു 3 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കും. ജെനറ്റിക്സ് 1 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ നിങ്ങൾക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത് നമുക്കറിയാം, അത് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 7, 6, 4 അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് മക്കളെ. അതിൻ്റെ ക്വസ്റ്റ്യൻസിലൂടെ പോയിക്കൊണ്ട് എങ്ങനെ സ്മാർട്ടായിട്ട് റിവൈസ് ചെയ്ത് നീറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് എങ്ങനെ ദർശന അക്കാദമിയിലൂടെ നീറ്റ് അടിച്ചെടുക്കാം, അതാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുക മക്കളെ. ബയോളജിയുടെ സ്കോർ എത്രയാണ് നിങ്ങൾ വാങ്ങിക്കാൻ പോണേ? യെസ്, ഡെഫിനറ്റ്ലി 360 ഓൺ 360. വെരി ഈസി ടു സ്കോർ യു, റൈറ്റ്? നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് മക്കളെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ നമുക്കറിയാം. അതിൽ 3 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് എങ്ങനെയൊക്കെ മാക്സിമം ഓർത്ത് വെക്കാം. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ പോയിന്റ്സിനെ നമുക്ക് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ഉണ്ട്. എൻഡോസ്പെം, എംബ്രിയോ, ഫ്രൂട്ട്, സീഡ്, റൈറ്റ്? ഓക്കെ. ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ആൻ ഓവ്യൂൾ ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. ഓവ്യൂളിൻ്റെ പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ 3 ഇവൻറ്റ്സ് ആണുള്ളത്: പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. പ്രീ ഫെർട്ടിലൈസേഷനിലുള്ളത് എന്താണ്? പ്രീ ഫെർട്ടിലൈസേഷനിൽ ദാറ്റ് ഈസ് ഗാമറ്റോജെനിസിസ് ആൻഡ് ഗാമീറ്റ് ട്രാൻസ്ഫർ. ഗാമറ്റോജെനിസിസ് ഫോർമേഷൻ ഓഫ് മെയിൽ ഗാമീറ്റ് ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്. മെയിൽ ഗാമീറ്റ് ഉണ്ടാകുന്നത് എവിടെയാണ്? മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്, പോളൻ ഗ്രെയിനിലാണ്. മെയിൽ ഗാമറ്റോഫൈറ്റ് പോളൻ ഗ്രെയിൻ എവിടെ നിന്നുണ്ടാവും? മൈക്രോസ്പോർ. മൈക്രോസ്പോർ എവിടെ നിന്നുണ്ടാവും? മൈക്രോസ്പോർ മദർ സെൽ ബൈ മിയോസിസ്. മൈക്രോസ്പോർ മദർ സെൽ എന്താണ്? ഈച്ച് സെൽ ഓഫ് സ്പോറോജീനിയസ് ടിഷ്യൂ ഈസ് മൈക്രോസ്പോർ മദർ സെൽ ദാറ്റ് അണ്ടർഗോസ് മിയോസിസ് പ്രൊഡ്യൂസ് മൈക്രോസ്പോർ. ഈ സ്പോറോജീനിയസ് ടിഷ്യൂ എവിടെയാണ്? ആന്തറിലാണ്. ആന്തറിൽ എന്തൊക്കെയുണ്ട്? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ടപ്പീട്ടം, സ്പോറോജീനസ് ടിഷ്യൂ. അത് മെയിൽ ഗാമീറ്റ് ഫോർമേഷൻ. നമുക്കറിയാം പോളൻ ഗ്രെയിൻ്റെ അകത്ത് 2 മെയിൽ ഗാമീറ്റ്സ് ആണ്. ജനറേറ്റീവ് സെൽ അണ്ടർഗോസ് മൈറ്റോസിസ് പ്രൊഡ്യൂസ് മെയിൽ ഗാമീറ്റ്സ്. ദെൻ ഫീമെയിൽ ഗാമീറ്റ് ഇരിക്കുന്നത് എവിടെയാണ്? ഫീമെയിൽ ഗാമീറ്റ് ഈസ് എഗ് ഇരിക്കുന്നത് എംബ്രിയോ സാക്ക്. ഫീമെയിൽ ഗാമറ്റോഫൈറ്റിലാണ്. എംബ്രിയോ സാക്ക് എവിടെ നിന്നുണ്ടായി? ഫങ്ഷണൽ മെഗാസ്പോർ. ഫങ്ഷണൽ മെഗാസ്പോർ എവിടെ നിന്നുണ്ടായി? 4 മെഗാസ്പോറിൽ നിന്ന് 1 മെഗാസ്പോർ ആണ് ഫങ്ഷണൽ മെഗാസ്പോർ. 3 മെഗാസ്പോർസ് ടുവേഴ്സ് മൈക്രോപെല്ല റീജിയൻ ഡീജനറേറ്റ്. only 1 megaspore towards Chala cell develops to become functional megaspore. Right? ആ മെഗാസ്പോർ എവിടെ നിന്നുണ്ടായി? മെഗാസ്പോർ മദർ സെൽ. മെഗാസ്പോർ മദർ സെൽ എവിടെ നിന്നുണ്ടായി? ന്യൂസില്ലസ് ടുവേഴ്സ് മൈക്രോപെല്ല റീജിയൻ ഡെവലപ്സ് ടു ബിക്കം മെഗാസ്പോർ മദർ സെൽ. റൈറ്റ്? ആൻഡ് megaspore nucellus is the part of ovule or megasporangium. Nucellus is the part of ovule or megasporangium. Nucellus is the part of ovule or megasporangium, right? Nucellus is the part of ovule or megasporangium. നമുക്കറിയാം nucellus is the nourishing tissue for developing. Nucellus is the nourishing tissue for developing എന്തിൻ്റെ? ന്യൂസില്ലസ് ഇസ് nourishing tissue for developing female gametophyte. Nucellus is the nourishing tissue for female gametophyte, that is embryo sac. ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് ന്യൂസില്ലസിൽ നിന്നാണ്. ദാറ്റ് ന്യൂസില്ലസിനെ മെറ്റേണൽ സ്പോറോഫൈറ്റിക് ടിഷ്യൂ, റൈറ്റ്? മെറ്റേണൽ സ്പോറോഫൈറ്റിക് ടിഷ്യൂ. ന്യൂസില്ലസ് എവിടെ ഇരിക്കുന്നത്? മെഗാസ്പൊറാഞ്ചിയം ഈസ് ഓവ്യൂൾ, റൈറ്റ്? നമ്മൾ എന്തൊക്കെ പോയിന്റ് ആണ് പറഞ്ഞത്? ദിസ് ഈസ് ദ വേ ഓഫ് ദ പ്രിപ്പറേഷൻ ഫോർ യുവർ നീറ്റ് എക്സാം, അവർ നീറ്റ് എക്സാം, റൈറ്റ്? അപ്പോൾ നമുക്കറിയാം ഓവ്യൂൾ ഓർ മെഗാസ്പൊറാഞ്ചിയത്തിന് 2 ഇന്റഗ്യുമെന്റ്സ് ഉണ്ട്, ഔട്ടർ ആൻഡ് ഇന്നർ ഇന്റഗ്യുമെന്റ്സ്.
ഔട്ടർ ഇൻറ്റഗുമെൻസും ഇന്നർ ഇൻറ്റഗുമെൻസും ഉണ്ട്, റൈറ്റ്? ക്ലിയർ? ഔട്ടർ ആൻഡ് ഇന്നർ ഇൻറ്റഗുമെൻസ് ഉണ്ട്. ദെൻ ഇതിൻ്റെ അകത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന എവിടെയാണ്? ന്യൂസില്ലസിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. ഇൻറ്റഗുമെൻസ് ആർ നോട്ട് ഫ്യൂസ്ഡ് വിത്ത് ദ അപ്പെക്സ് ലീവ്സ് ആൻ ഓപ്പണിംഗ് കോൾഡ് മൈക്രോപൈൽ ഈസ് ദ ഓപ്പണിംഗ്, റൈറ്റ്? Okay, and base of the ovule is called chalasa. Clear? And nucellus towards micropellar region develops to become megaspore mother cell, undergo meiosis, produce megaspore, and 3 megaspores degenerate, only one become functional towards chalasa cell that develops to become functional megaspore, undergoes 3 successive free nuclear mitodivision, produce 7-celled 8 nucleated structure that is called female gametophyte embryo sac ഉണ്ടാവും, right? എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്യും, എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്യും, റൈറ്റ്? എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്യും, റൈറ്റ്? നമുക്കറിയാം ഇത് നമ്മൾ മൈക്രോപൈലിനെ കാണിച്ചതാണ്. മൈക്രോപൈൽ, റൈറ്റ്? മൈക്രോപൈൽ ഈസ് ദ ഓപ്പണിംഗ്, റൈറ്റ്? ക്ലിയർ? എംബ്രിയോ സാക്കിൽ എന്തൊക്കെയുണ്ട്? 2, ദാറ്റ് ഈസ് അവിടെ 7 സെല്ലുകൾ ഏതൊക്കെയാണ്? സെൻട്രൽ സെൽ ആൻഡ് 3 സെൽസ് അറ്റ് ചലാസൽ റീജിയനിലുള്ള 3 സെൽസ് ആണ് ആൻറ്റിപോഡൽസ്. And egg apparatus consists 2 synergid and 1 egg. Synergid എന്തുണ്ട്? ഫിലിഫോം apparatus. അങ്ങനെ പഠിക്കണം. വാട്ട് ഈസ് ദ പ്ലോയിഡി? ഓവ്യൂളിൻ്റെ പ്ലോയിഡി, മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ പ്ലോയിഡി 2n ആണ്, പ്ലാന്റിൻ്റെ പ്ലോയിഡി 2n ആണ്, ഫ്ലവറിൻ്റെ പ്ലോയിഡി 2n ആണ്, മെഗാസ്പൊറാഞ്ചിയം 2n ആണ്, ന്യൂസില്ലസ് 2n ആണ്, മെഗാസ്പോർ മദർ സെൽ വരെ 2n ആണ്, മെഗാസ്പോറീസ് n. മെഗാസ്പോർ ഉണ്ടാകുന്ന മിയോസിസ് നടന്നിട്ടാണ് n. ഓക്കെ, അപ്പോൾ എംബ്രിയോ സാക്ക് ഈസ് ഹാപ്ലോയിഡ്, 7-cell 8 nucleated. And central cell polar nuclei, right? 2n, n plus n. Clear? Later it is fused to become secondary polar nuclei. അങ്ങനെ സ്ട്രക്ചർ പഠിക്കണം. ക്ലിയർ? ആൻഡ് ഫങ്ഷണൽ മെഗാസ്പോർ കാര്യങ്ങളൊക്കെ പഠിക്കണം, റൈറ്റ്? അപ്പോൾ മെയിൽ ഗ്യാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്. മെയിൽ ഗ്യാമറ്റോഫൈറ്റ് പോളൻ ഗ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടിഷ്യൂ ആണ്, നറിഷിംഗ് ടിഷ്യൂ ആണ് ടപ്പീറ്റം. ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്യുന്ന ന്യൂസില്ലസ് കൺസ്യൂം ചെയ്തിട്ടാണ്. സൈഗോട്ട് എംബ്രിയോ ആണ് എൻഡോസ്പേം കൺസ്യൂം ചെയ്തിട്ടാണ്. ദീസ് ആർ ദ 3 നറിഷിംഗ് ന്യൂട്രിറ്റീവ് ടിഷ്യൂസ്: ന്യൂസില്ലസ്, ടപ്പീറ്റം, എൻഡോസ്പേം. അങ്ങനെ പഠിക്കുക. ക്ലിയർ? എൻഡോസ്പേമിൻ്റെ മാത്രം പ്ലോയിഡി 3n ആണ്, ടപ്പീറ്റം 2n ആണ്, ആൻഡ് ന്യൂസില്ലസ് 2n ആണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണല്ലോ നമുക്കറിയാം ട്രിപ്പിൾ ഫ്യൂഷൻ ഉണ്ടായ പെന്നാണ് എൻഡോസ്പേം ആവുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ പഠിച്ചു. ഇതേ ക്വസ്റ്റ്യനിലേക്ക് ചെല്ലുവാണ്. ദ കറക്റ്റ് സീക്വൻസ് ഓഫ് different parts of an ovule from outside to inside is integument, nucellus, embryo sac. Integuments, nucellus, embryo sac. Outside integument, then nucellus, embryo sac. Okay. Persistent nucellus ആണ്. Perisperm can be seen in black pepper and beet. Connect ചെയ്ത് പഠിക്കുക. അങ്ങനെ maximum connect ചെയ്ത് പഠിക്കുക. Scratch and win for NEET exam. That is a way of preparation for biology. Right. Then characteristics of flowers are very important area. നമുക്കറിയാം മെയിൽ ഫീമെയിൽ ഗ്യാമീറ്റ് ഉണ്ടായതിനു ശേഷം ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ, പോളിനേഷൻ, റൈറ്റ്? അപ്പോൾ പോളിനേഷൻ ഡിഫറെൻ്റ് ആകാനുള്ള കാരണം ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഫ്ലവർ ആണ്. നെക്ടർ ഈസ് ആബ്സെൻ്റ് ആയിട്ടുള്ളത് ആർക്കൊക്കെയാണ്? വിൻഡ് പോളിനേറ്റഡ് ആൻഡ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന് നെക്ടർ ഇല്ല, ഫ്രാഗ്രൻസ് ഇല്ല, ഓർഡർ ഇല്ല, റൈറ്റ്? കളർ ഇല്ല, റൈറ്റ്? ഫ്ലവേഴ്സ് പാക്ഡ് ഇൻ ടു ഇൻഫ്ലോറസെൻസ് ആയിട്ടിരിക്കുന്നത് അവിടെയാണ്. ഇൻഫ്ലോറസെൻസ് എല്ലാവർക്കും ഉണ്ട്. ദെൻ വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ ആർക്കാണ്? എക്സ്പോസ്ഡ് സ്റ്റേമൻ ആൻഡ് ഫെദറി സ്റ്റിഗ്മ ആയിട്ടുള്ള ആരാ? വിൻഡ് പോളിനേറ്റഡ് ആടാ, വിൻഡ് പോളിനേറ്റഡ്, റൈറ്റ്? വിൻഡ് പോളിനേറ്റഡ്, റൈറ്റ്? ലൈറ്റ് വെയ്റ്റഡ് നോൺ സ്റ്റിക്കി പോളൻ ആണ് വിൻഡ് പോളിനേറ്റഡ്, റൈറ്റ്? അപ്പോൾ നമുക്ക് മനസ്സിലായി വിൻഡ് പോളിനേഷൻ എന്ന് പറയുമ്പം ആരാടാ അത്? അനിമോഫിലസ്, 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 റൈറ്റ്? അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഫ്ലവേഴ്സ്? വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് സിംഗിൾ ഓവ്യൂൾ ഇൻ ഈച്ച് ഓവറി, റൈറ്റ്? ക്ലിയർ? ആൻഡ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് പറയുമ്പോൾ മ്യൂസിലിനെ ഷീത്ത് കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. ഇതിൻ്റെ പോളൻ ഗ്രെയിൻ ഇലോങ്ങേറ്റഡ് പോളൻ ഗ്രെയിൻ ആണ്, റൈറ്റ്? എക്സാമ്പിൾ ഹൈഡ്രില്ല, വാലിസ്നേറിയ, സോസ്റ്റിറ, റൈറ്റ്? ക്ലിയർ? ഹൈഡ്രില്ല, സോസ്റ്റിറ വെള്ളത്തിന് അടിയിലാണ് പോളിനേഷൻ, എന്നാൽ വാലിസ്നേറിയ സർഫസ് പോളിനേറ്റഡ് ആണ്. ഓക്കെ, ആൻഡ് നമുക്കറിയാം വാട്ടർ ലില്ലി, വാട്ടർ ഹയാസിന്ത് വെള്ളത്തിലാണെങ്കിലും ഇറ്റ്സ് നോട്ട് പോളിനേറ്റഡ് ബൈ വാട്ടർ, ഇറ്റ് ഈസ് പോളിനേറ്റഡ് ബൈ ഇൻസെക്ട് ഓർ വിൻഡ്. അതടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിനെ എൻഡമോഫിലസ്, വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിനെ ഹൈഡ്രോഫിലസ്. അവിടെയൊക്കെ ഓപ്ഷനിൽ അതാണ് കാണിച്ചിരിക്കുന്നത്. എൻഡമോഫിലസ് ഇൻസെക്ട്, then hydrophilus, water pollinated. Then what do you mean by cleistogamous? Flowers are closed. Closed, gamous fusion, closed fusion. Chasmogamous, open flower. Cleistogamous ഉം chasmogamous ഉം കാണുന്ന ആരൊക്കെയാണ്? Viola, oxalis and commelina. Viola, oxalis and commelina, right? Very important.
ഓക്കെ മക്കളെ. ആൻഡ് ഇൻസെക്ട് പോളനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകം ദേ ഹാവ് പോളൻ കിറ്റ് ഉള്ളതുകൊണ്ട് സ്റ്റിക്കി നേച്ചർ ഓഫ് പോളൻ ഗ്രെയിൻ. കളറുണ്ട്, ഓർഡറുണ്ട്, നെക്ടറുണ്ട്. ആ ഏരിയ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. റൈറ്റ്? ഓക്കെ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ടപ്പീറ്റം? വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ന്യൂസില്ലസ്? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എൻഡോസ്പെം? പോളൻ ഗ്രെയിൻ്റെ നേച്ചർ വെച്ചിട്ട്, അല്ലെങ്കിൽ പോളിനേഷൻ എന്തുകൊണ്ട് ഡിഫറെൻ്റ് ആകുന്നു? ബിക്കോസ് ഓഫ് ദ നേച്ചർ ഓഫ് പ്ലാന്റ്സ് ഓർ ഫ്ലവേഴ്സ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ അനിമോഫിലസ്. മക്കളെ ഓക്കെ. എങ്ങനെ പഠിക്കണം? ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെറുതെ ബയോളജി ടിക്ക് ചെയ്ത് പോയാൽ പോരാ. അതിൽ നിന്ന് മാക്സിമം എനിക്കൊക്കെ എന്തൊക്കെ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെമ്മറി കൂടും, നിങ്ങളുടെ നെറ്റ്വർക്ക് കൂടും. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഒരു ചാപ്റ്ററിനെ മറ്റൊരു ചാപ്റ്ററുമായിട്ട്. ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? In which of the following plant autogamy as well as geitonogamy is prevented? See, what is autogamy and geitonogamy? What is pollination, transfer of pollen grain from anther to stigma? Of same flower aanengil autogamy, right? Of another flower on same plant aanengil geitonogamy, right? On flower on another plant of same species aanengil xenogamy or allogamy or cross pollination, right? ഓക്കെ. ക്ലിയർ? നമുക്കറിയാം ഓട്ടോഗമി എല്ലാ രീതിയിലും, അതായത് എൻവിറോൺമെൻ്റലി ഓർ ജീനോട്ടിപ്പിക്കലി സെൽഫ് പോളിനേഷനാണ്. എന്നാൽ ജീനോഗമി സെൽഫ് പോളിനേഷനാണ്, ബട്ട് എൻവിറോൺമെൻ്റലി ഒരു ഏജൻറ്റ് സഹായം വരുന്നതുകൊണ്ട് എൻവിറോൺമെൻ്റലി ഒരു ക്രോസ് പോളിനേഷനും ജീനോട്ടിപ്പിക്കലി സെൽഫ് പോളിനേഷനുമാണ്. എന്നാൽ ക്രോസ് പോളിനേഷൻ ഈസ് ക്രോസ് പോളിനേഷൻ ഓർ അല്ലോഗമി ഓർ സീനോഗമി. ഡിഫറെൻറ്റ് ഏജൻറ്റ്സ് ആർ ദേ ആർ കോൾഡ് പോളിനേറ്റേഴ്സ്. നമ്മളിപ്പോൾ കണ്ടു. ഫ്ലവർ ക്ലീസ്റ്റോഗ്യാമസ്, ചാസ്മോഗ്യാമസ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, അപ്പോൾ കണ്ടിന്യൂസ് ഇൻബ്രീഡിങ് അല്ലെ കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഉണ്ടാവും. അപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവർ ഡൈക്ലൈനി ഡെവലപ്പ് ചെയ്യണം, ഹെട്രോസ്റ്റൈലി, ഹെർക്കോഗമി, സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി. ഇതൊക്കെ ഓർത്ത് പഠിക്കണം മക്കളെ. ഇത് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. ഇൻ വിച്ച് ഓഫ് ദ ഗിവൻ പ്ലാൻ ഓട്ടോഗമി ആസ് വെൽ ആസ് ജീനോഗമി ഈസ് പ്രിവെൻറ്റഡ്? ഓട്ടോഗമി എന്താ? ഒരു ഫ്ലവറിൽ നിന്ന് ആ ഫ്ലവറിലേക്ക് തന്നെ പോളൻ വീഴുന്നത്. ജീനോഗമി എന്താ? ഒരു ഫ്ലവറിൽ നിന്ന് അടുത്ത ഫ്ലവർ ഓഫ് ഓൺ സെയിം പ്ലാന്റ് പോകുന്നത്. എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? പ്രിവെൻറ്റ് ചെയ്യണം കാസ്റ്ററിൻ്റെ പ്രത്യേകത തന്നെയാണ്. കാസ്റ്റർ എന്ന് പറഞ്ഞാൽ യൂണിസെക്ഷൽ ഫ്ലവറാണ്, ബട്ട് ബൈസെക്ഷൽ പ്ലാന്റ്. യൂണിസെക്ഷൽ ഫ്ലവർ ബൈസെക്ഷൽ പ്ലാന്റ് ആണ് കാസ്റ്ററും മെയ്സും. അപ്പോൾ അവിടെ യൂണിസെക്ഷൽ ആയതുകൊണ്ട് ഓട്ടോഗമി നടക്കത്തില്ല, പക്ഷേ ജീനോഗമി നടക്കും. ഒരു പ്ലാന്റിൽ തന്നെ മെയിലും ഫീമെയിലുമായിട്ട് ഫ്ലവേഴ്സ് ഉണ്ട്. ബൈസെക്ഷൽ പ്ലാന്റ് ആണ്. ഓർ ഡയേഷ്യസ്. ബൈസെക്ഷൽ മീൻസ് മൊണേഷ്യസ് പ്ലാന്റ്, യൂണിസെക്ഷൽ മീൻസ് ഡയേഷ്യസ് ഫ്ലവർ. പപ്പായയുടെ പ്രത്യേകത, പപ്പായ, ഡേറ്റ് പാം, മൽബറി ഒക്കെ എന്താണ്? യൂണിസെക്ഷലാ. പ്ലാന്റ് തന്നെ യൂണിസെക്ഷൽ. അവിടെ ഫ്ലവർ ആ ഒറ്റ പ്ലാന്റിൽ മെയിൽ ഓർ ഫീമെയിൽ പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ അവിടെ സീനോഗമി അല്ലെ ക്രോസ് പോളിനേഷൻ മാത്രമേ നടക്കുകയുള്ളൂ. പിയുടെ കാര്യം നമുക്കറിയാം. നമ്മുടെ പിസം സതേവം മെന്റൽ, റൈറ്റ്? വൈ സെലക്ടഡ്? ഇതിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ട്? ഇതിന് ഒരു അടഞ്ഞ പൂവാണ്. നമുക്കറിയാം മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇറ്റ് ഹാസ് കീൽ, റൈറ്റ്? Keel, papillinaceous corolla, fused keel and posterior standard and lateral wings and anterior fused keel. Connect ചെയ്ത് പഠിക്കുക. Okay, 1 plus that is 1 plus 2 plus 2 fused. പെറ്റൽ അറേഞ്ച്മെൻറ്റ്. സി അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ഉള്ളി 2 സ്റ്റേമനും കാർപ്പലും അവിടെ ഉണ്ട്. ബൈസെക്ഷൽ ഫ്ലവറാണ്. അപ്പോൾ അവർക്ക് ഓട്ടോഗമി മാത്രമേ നടക്കുകയുള്ളൂ, റൈറ്റ്? ഓക്കെ. സെൽഫ് പോളിനേഷൻ്റെ പോസിബിലിറ്റി അവിടെ കൂടുതലാണ്. അതല്ല. അപ്പോൾ ഏതാ ആൻസർ? ഇവിടെ 3 ആണ് ആൻസർ. മക്കളെ ക്ലിയർ? അങ്ങനെ ചിന്തിച്ച് പഠിക്കാം. നമ്മൾ ഏതൊക്കെ ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞ് ശ്രദ്ധിച്ചു പോക്കെ എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം ബയോളജി. എങ്ങനെ ബയോളജി നമുക്ക് ഫുൾ അടിക്കാം? ഇംപ്രൂവ് യുവർ കോൺസെൻട്രേഷൻ സ്കിൽ. ഓക്കെ മക്കളെ, വാട്ട് അബൌട്ട് നെക്സ്റ്റ്? ഹൗ മെനി ന്യൂക്ലിയേ ആർ ഇൻവോൾവ് ഇൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻജിയോസ്പെർമിക് പ്ലാന്റ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ ഫെർട്ടിലൈസേഷൻ. വാട്ട് ഈസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ, റൈറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഇനി എവിടെയെങ്കിലും നമുക്ക് ഓർമ്മയ്ക്കാൻ കുറവുണ്ടെങ്കിൽ, റൈറ്റ്, നമ്മളത് പഠിക്കുകയാണ്. സിംഗമി എന്താ? വാട്ട് ഈസ് ദ ഫസ്റ്റ് പ്രോസസ് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? സിംഗമി. സെക്കൻഡ് പ്രോസസ് ട്രിപ്പിൾ ഫ്യൂഷൻ. വാട്ട് ഈസ് ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ചോദിച്ചാൽ നിങ്ങൾ പറയും സൈഗോട്ട്. That is fusion of egg and male gamete. And what is the second process? Triple fusion. Second product is pen, primary endosperm nucleus, 3N, and surrounding cell is primary endosperm cell. How this primary endosperm nucleus formation? That is diploid aayittulla polar nuclei fused with egg. 3N ആണ് fusion, right? That is form.
എഗ്ഗുള്ള അല്ലെങ്കിൽ എഗ്ഗുമായിട്ടല്ല, ദാറ്റ് ഈസ് മെയിൽ ഗ്യാമേറ്റ്. 2 മെയിൽ ഗ്യാമിൽ ഒരു മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ്ഡ് വിത്ത് ആ 2 പറഞ്ഞ ഡിപ്ലോയിഡ് പോളാർ ന്യൂക്ലിയർ. ഓൾറെഡി എഗ് ഫ്യൂസ്ഡ് വിത്ത് മെയിൽ ഗ്യാമേറ്റ് ടു ഫോം സൈഗോട്ട്. ഹിയർ പോളാർ ന്യൂക്ലിയർ N+N ഫ്യൂസ്ഡ് വിത്ത് അനദർ മെയിൽ ഗ്യാമേറ്റ് ടു ഫോം primary endosperm nucleus, triploid primary endosperm nucleus. മെയിൽ ഗ്യാമീറ്റ് 2 ഉള്ളത് ഈ ആൻജിയോസ്പെമിൻ്റെ പോളൻ ഗ്രെയിനിലാണ്. Generative cell undergoes mitosis, produce 2 male gamete. In more than 60% of angiosperm, pollen grain shedded 2-celled stage, that is vegetative and generative cell. In remaining species, pollen shedded 3-celled stage. മിക്ക പ്ലാന്റ്സിലും പോളൻ ജെർമിനേഷൻ നടക്കുമ്പോഴാണ് ജനറേറ്റീവ് സെൽ അണ്ടർഗോസ് മൈറ്റോസിസ് ആൻഡ് പ്രൊഡ്യൂസ് 2 male gametes. ഓക്കെ, അങ്ങനെ പഠിക്കണം. ഓക്കെ, പോളൻ ഗ്രെയിൻ പോളൻ ട്യൂബായിട്ട് വരുന്നു. പോളൻ ട്യൂബ് നമ്മുടെ ഓവ്യൂളിൻ്റെ അകത്ത് കയറുന്നു. ഓവ്യൂളിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയുള്ള ഓപ്പണിംഗ് മൈക്രോപൈൽ പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ചലാസ, അല്ലെങ്കിൽ ഇൻറ്റക്കുമെൻസ്. മൈക്രോപൈൽ വഴി കയറുകയാണെങ്കിൽ പോറോഗമി, ചലാസ വഴി കയറുകയാണെങ്കിൽ ചലാസോഗമി. അപ്പോൾ ഇൻറ്റക്കുമെൻസ് വഴി കയറുവാണെങ്കിൽ എന്ത് വിളിക്കും? കമൻറ്റ്. ഇൻറ്റക്കുമെൻസ് വഴി കയറുകയാണെങ്കിൽ ഇൻറ്റക്കുമെൻറ്റോഗമി അല്ല, മീസോഗമി, റൈറ്റ്? എന്നിട്ട് എങ്ങനെ എംബ്രിയോസാക്കിൽ പോളൻ ട്യൂബ് കയറും? വെജിറ്റേറ്റീവ് സെല്ലാണ് പോളൻ ട്യൂബ് ആണെന്ന് നമുക്കറിയാം. എംബ്രിയോസാക്ക് കയറുന്നത് എന്താ? 2 സിനർജിൻ്റെ ഫിലിഫോമപ്പാർട്ടസ് ഉപയോഗിക്കില്ല, ഒരു ഫിലിഫോമപ്പാർട്ടസ് അല്ലെങ്കിൽ ഒരു സിനർജിനെ ഉപയോഗിക്കുക. അതിൻ്റെ അകത്തേക്ക് എവിടെ മെയിൽ ഗ്യാമീറ്റ് കയറും? ഇൻ ടു ദ സൈറ്റോപ്ലാസം ഓഫ് സിനർജിഡ്. അപ് ടു ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് പ്രീ ഫെർട്ടിലൈസേഷൻ. അതിനുശേഷം ഡബിൾ ഫെർട്ടിലൈസേഷൻ, റൈറ്റ്? ആൻഡ് സെൻട്രൽ സെൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ പെൻ ഉണ്ടാക്കി കഴിയുമ്പോൾ സറൗണ്ടിങ് സെൽ ബിക്കം പെക്, പ്രൈമറി എൻഡോസ്പെം സെൽ. ഡബിൾ ഫെർട്ടിലൈസേഷൻ, റൈറ്റ്? അങ്ങനെ എന്തൊക്കെ ചോദിക്കാം. ക്ലിയർ? സി ഹൗ മെനി ന്യൂക്ലിയർ ഇൻവോൾവ്? നമുക്കറിയാം 1 ആദ്യത്തെ സിംഗമിയിൽ മെയിൽ ഗ്യാമേറ്റ് എഗ് 2 ന്യൂക്ലിയർ, ദെൻ പോളാർ ന്യൂക്ലിയർ 2, അടുത്ത മെയിൽ ഗ്യാമേറ്റ്, ടോട്ടൽ 5 ന്യൂക്ലിയർ ഇൻവോൾവ്. നിങ്ങൾ ഓൾറെഡി അതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണും, എവിടെ വരെ ഓർക്കണം, എന്തൊക്കെ സ്ക്രാച്ച് ചെയ്യണം, എങ്ങനെ പഠിക്കണം, റൈറ്റ്? ഓക്കെ, സി ആൻഡ് വാട്ട് അബൌട്ട് നെക്സ്റ്റ്? അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ ഡീൽ ചെയ്തത്, പഠിക്കേണ്ടത് പ്രീ ഫെർട്ടിലൈസേഷൻ, ഗ്യാമറ്റോജെൻസിസ്, ഗ്യാമേറ്റ് ട്രാൻസ്ഫർ, പോളിനേഷൻ കണ്ടില്ല, നമ്മളെല്ലാം കണക്ട് ചെയ്തു. ഡബിൾ ഫെർട്ടിലൈസേഷൻ പറഞ്ഞു. ദെൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ ആദ്യം പ്രൈമറി എൻഡോസ്പെം സെൽ ബിക്കം എൻഡോസ്പെം ആവും, റൈറ്റ്? ദെൻ സൈഗോട്ട് എംബ്രിയോ ആവും, ഓവ്യൂൾ സീഡ് ആവും, ഓവറി ഫ്രൂട്ട് ആവും. ഈ സ്ട്രക്ചർ ഈസ് കണക്റ്റഡ് വിത്ത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അവിടെ നമുക്കറിയാം സീഡ് ഡോർമൻസി ഉണ്ട്, അതേപോലെ തന്നെ പെരിസ്പേം ഉണ്ട്, അതേപോലെ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ഉണ്ട്, പോളി എംബ്രിയോണി, അപ്പോമിക്സ് എക്സാമ്പിൾസ് പഠിക്കാം. ഓക്കെ, ദെൻ അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, ജെനറ്റിക്സ് 1. നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓൾറെഡി നമുക്ക് വളരെ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. 2 ചാപ്റ്റേഴ്സ്, എല്ലാ ചാപ്റ്റേഴ്സും അത് നമുക്കറിയാം. 32 ചാപ്റ്റേഴ്സും നമ്മുടെ ഫേവറേറ്റ് ആണ്. അക്കോർഡിംഗ് ടു ലോ ഓഫ് സെഗ്രിഗേഷൻ, Mendel's proposed law of segregation and law of dominance based on monohybrid cross, whereas Mendel proposed law of independent assortment based on dihybrid cross. Okay, അപ്പം ലോസ് പഠിക്കണം. ലോ ഓഫ് ഡോമിനൻസ് എന്ന കോൺസെപ്റ്റിനെ ഡിസോൾവ് ചെയ്യുന്ന ആരൊക്കെയാണ്? ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്. Now, law of segregation is universally accepted law is law of segregation, right? Law of segregation is universally accepted law. എന്നാൽ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റിനെ ഡിസോൾവ് ചെയ്ത കോൺസെപ്റ്റ് ആണ് ലിങ്കേജ്. ലിങ്ക് ചെയ്യുമ്പോൾ ഇൻഡിപെൻഡൻസ് ഇല്ല, റൈറ്റ്? ഇങ്ങനെ നമുക്ക് എവിടെയാണ് വിട്ടുപോകുന്നത് അത് പഠിക്കുക. ബേസ്ഡ് ഓൺ മോണോഹൈബ്രിഡ് ക്രോസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ ആൻഡ് ലോ ഓഫ് ഡോമിനൻസ്. ബേസ്ഡ് ഓൺ ഡൈഹൈബ്രിഡ് ക്രോസ്, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അക്കോർഡിംഗ് ടു ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത് എന്താ? ഡ്യൂറിങ് ഗ്യാമേറ്റ് ഫോർമേഷൻ, factor pair segregates such that a gamete receives only one of the 2 factors. Okay, ഇവിടെ എന്താ പറയുക? 2 factors of character get mixed up in F2 generation. ആണോ? മിക്സ് ചെയ്യുവാണോ? നോ. During gamete formation, factors of character get mixed up. ആണോ? നോ. Factors of character separate from each other during gamete formation. Yes, gamete ഉണ്ടാകുമ്പോൾ സെപ്പറേറ്റ് ചെയ്യും. Out of 2 factors for each character, dominant will be able to express in F1 generation. Dominant ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പറയുന്നത് law of dominance അല്ലേ? What is law of dominance? എല്ലാവരും ഒന്ന് പറഞ്ഞേടാ. Characters are controlled by discrete unit called factors. Factors occur in pairs in a dissimilar pair of factor. One dominates over the other, right? Okay. The next Mendel's laws. The next question. 2 plants of garden pea with genotype capital R, small r, capital Y, small y are crossed with each other. What is the probability of offsprings to carry only one of the dominant character എന്നാ ചോദ്യം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ ചോദിച്ചേ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഓഫ് സ്പ്രിങ്സ്, കുഞ്ഞുങ്ങൾ. അപ്പോൾ ഏതൊക്കെ കുഞ്ഞുങ്ങൾ ടൈപ്പ് ഉണ്ട്? ഫീനോടൈപ്പ്,
നമ്പർ ഓഫ് ഫീനോടൈപ്സ് നമുക്കറിയാം 4 ടൈപ്സ് ആണ്. ഏതൊക്കെയാണ് നമ്പർ ഓഫ് ഫീനോടൈപ്സ്? റൗണ്ട് യെല്ലോ, റൈറ്റ്? പിന്നെ ഏതാ? റൗണ്ട് ഗ്രീൻ, റൈറ്റ്? റൗണ്ട് ഗ്രീൻ. പിന്നെ എന്താ മക്കളെ? റിങ്കിൾഡ് യെല്ലോ, റൈറ്റ്? റിങ്കിൾഡ് യെല്ലോ. പിന്നെ റിങ്കിൾഡ് ഗ്രീൻ, റൈറ്റ്? റിങ്കിൾഡ് ഗ്രീൻ, റിങ്കിൾഡ് ഗ്രീൻ. ഇതെങ്ങനെയാ? ദാറ്റ് ഈസ് 9, 3, 3, 1, റൈറ്റ്? അതിൽ ഒരു ഡോമിനൻറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഏതാ? റൗണ്ടും യെല്ലോയും ഡോമിനൻറ്റ് ക്യാരക്ടറാണ്. രണ്ടും വന്നിട്ടുണ്ട് അവിടെ, അപ്പോൾ അത് കണക്ട് ചെയ്യത്തില്ല. വൺ ഓഫ് ദി ഡോമിനൻറ്റ് ക്യാരക്ടർ ഉള്ളത്. അപ്പോൾ റൗണ്ട് ഗ്രീനിൽ ഒരു റൗണ്ട് മാത്രമേ ഡോമിനൻ്റ് ഉള്ളൂ, അത് 3 പേരുണ്ട് കുഞ്ഞുങ്ങൾ. പിന്നെ റിങ്കിൾഡ് യെല്ലോയിൽ യെല്ലോ മാത്രമേ ഡോമിനൻ്റ് ഉള്ളൂ, അത് 3 പേരുണ്ട്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ റിങ്കിൾഡ് ഗ്രീൻ എന്ന് പറയുന്നത് മുഴുവൻ റിസസീവാണ്. അപ്പോൾ 3 6 കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം ഡൈഹാബ്രിഡ് ക്രോസിൽ നമ്പർ ഓഫ് പ്രോജനി 16 ആണ്. അപ്പം വാട്ട് ഈസ് ദ ആൻസർ മക്കളെ? ബ്ലൈൻഡ്ലി വി ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ. 6/16 ഈസ് ദ ആൻസർ, റൈറ്റ്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് ദർശൻ അക്കാദമിയുടെ ക്ലാസ്സുകൾ. ഓക്കെ, റിവിഷൻ ടെസ്റ്റുകൾ, മോഡൽസ് എല്ലാം നിങ്ങൾക്ക് ഏറെ ബെനിഫിഷ്യൽ ആണ്. ദർ ഇസ് നോ ഡൗട്ട്. അത് യൂസ് ചെയ്യുക, മാക്സിമം യൂസ് ചെയ്യുക, റൈറ്റ്? ഓക്കെ. ദ നെക്സ്റ്റ് ഡൈഹാബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ ക്രോസ് ഓഫ് F1 ജനറേഷൻ. നമുക്കറിയാം ഡൈഹാബ്രിഡ് എന്ന് പറഞ്ഞാൽ കൺസിഡർ 2 ക്യാരക്ടേഴ്സ്, റൗണ്ട് യെല്ലോ, സീഡ് ഷേപ്പ് ആൻഡ് സീഡ് കളർ, ആൻഡ് റിങ്കിൾഡ് ഗ്രീൻ, റൈറ്റ്? റൗണ്ട് ആൻഡ് റിങ്കിൾഡ് ആർ ദ സീഡ് ഷേപ്പ് ആൻഡ് യെല്ലോ ആൻഡ് ഗ്രീൻ ആർ ദ സീഡ് കളർ. F1 കുഞ്ഞുങ്ങളെല്ലാം ആരായിരുന്നു? റൗണ്ട് യെല്ലോ ഈസ് ദ F1, റൈറ്റ്? F1 സെൽഫ് ചെയ്തപ്പോൾ F2 കിട്ടി. എന്തൊക്കെയാണ് F2? റൗണ്ട് യെല്ലോ, റൗണ്ട് ഗ്രീൻ, റിങ്കിൾഡ് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ ഇൻ ദ റേഷ്യോ 9:3:3:1. ആൻഡ് നമ്പർ ഓഫ് ജീനോടൈപ്സ് എത്രയാണ്? 9, റൈറ്റ്? 1:2:1:2:4:2:1 is the genotypic ratio of dihybrid cross. Based on dihybrid cross, Mendel proposed law of independent assortment. Okay. മക്കളെ എങ്ങനെ പഠിക്കാം? The next, select the correct set of parents. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് പോയായിരുന്നു 6/16. ഓക്കെ. The next, മോണോഹൈബ്രിഡ് നമ്മൾ പറഞ്ഞു, ഡൈഹൈബ്രിഡ് പറഞ്ഞു. നമുക്ക് അടുത്തതറിയാം സെലക്ട് ദ കറക്റ്റ് സെറ്റ് ഓഫ് പേരൻസ് ദോസ് പ്രൊഡ്യൂസ് ചൈൽഡ് വിത്ത് ബ്ലഡ് ഗ്രൂപ്പ്. ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിലാണ്. അതിലേക്ക് പോയിട്ട് നമുക്ക് അതിലേക്ക് വരാം. നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ഏതൊക്കെയാണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ച് പറ. എക്സാമ്പിൾ ഉറക്കെ പറഞ്ഞേ, എല്ലാവരും എവിടെ നിന്ന് ഉറക്കെ പറഞ്ഞേ? ദാറ്റ് ഈസ് flower color in dog flower or that is Antirrhinum majus, and flower color in 4 o'clock plant Mirabilis gelapa. And genotype phenotype ratio is 1:2:1. If F1 has a phenotype that does not resemble either of the parent, that is in between 2 parents. And next is codominance. Example AB blood group, right? Codominance AB blood group. If F1 has a if 2 alleles are equally dominant or expressed. Then at the multiple alleles, ABO blood group. Multiple alleles ആണ് ABO blood group. It has 4 phenotypes and 6 genotypes. Okay. And if more than 2 alleles governing a single character, then നമുക്കറിയാം pleiotropism. Single gene can produce more than one effect. Pleiotropism, right? Seed shape and starch grain size in P. Sickle cell anemia, phenylketonuria, right? Examples. പിന്നെ പോളിജനിക് ഇൻഹെറിറ്റൻസ്. എക്സാമ്പിൾ പോളിജനിക് ഇൻഹെറിറ്റൻസ്, ഹ്യൂമൻ സ്കിൻ കളർ, ഹ്യൂമൻ ഹൈറ്റ്, കേർണൽ കളർ ഓഫ് വീറ്റ്. അങ്ങനെ പഠിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യനിലേക്ക് പോക്കെ നമ്മൾ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സെലക്ട് ദ കറക്റ്റ് സെറ്റ് ഓഫ് പേരൻസ് ദോസ് പ്രൊഡ്യൂസ് ചൈൽഡ് വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് O. ഏത് പേരൻ്റാണ് O ഗ്രൂപ്പുള്ള കുഞ്ഞുങ്ങൾ വരിക എന്നാ ചോദ്യം. നമുക്കറിയാം പേരൻറ്റിൻ്റെ ജീനോടൈപ്പിൽ 2 പേർക്കും സ്മോൾ ഐ ഉണ്ടെങ്കിൽ മാത്രമേ O ബ്ലഡ് ഗ്രൂപ്പുള്ള കുഞ്ഞുങ്ങൾ വരികയുള്ളൂ. അപ്പോൾ 2 പേരൻറ്റിനും OI ഉള്ളത് എവിടെയാണെന്ന് നോക്കാം. I ഉണ്ടെങ്കിൽ മാത്രമേ വരികയുള്ളൂ. I ഇവിടെയുണ്ട്, ഈ പേരൻറ്റിനുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് അവരുടെ കുഞ്ഞിൽ വരും. അപ്പോൾ A വരും. IB സ്മോൾ ഐ IA അപ്പോൾ അതിനകത്ത് വരത്തില്ല, കാരണം I ഒരാൾക്കേ ഉള്ളൂ, ഇത് വരത്തില്ല. ദെൻ സ്മോൾ ഐ IA സ്മോൾ ഐ, അപ്പോൾ 2ലും IA ഉണ്ട്, അപ്പോൾ ഇത് വരും. ദെൻ IB സ്മോൾ ഐ, അപ്പോൾ ഈ പേരൻറ്റിന് മാത്രമേ സ്മോൾ ഐ ഉള്ളൂ, അത് വരത്തില്ല. അപ്പോൾ ഏതൊക്കെ പേരൻസിനായിരിക്കും O ബ്ലഡ് ഗ്രൂപ്പുള്ള കുഞ്ഞുണ്ടാവുന്നത്? എയിലും സിയിലും. A and C. ഓക്കേടാ, ക്ലിയർ സെറ്റല്ലേ? അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിലേക്ക് എത്താൻ പറ്റുക എന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
4 genes A, B, C, D are present on chromosome. Percentage of recombination frequency between A, B, 20. ഇപ്പം തന്നെ കുഞ്ഞുങ്ങൾ ചെയ്ത് കാണും. AD2, CB8, DB18 and what will be the sequence of gene on the chromosome? ഇത് ലിങ്കേജുമായിട്ട് കണക്റ്റഡ് ആണ്. ശരി, നമുക്കറിയാം ഏറ്റവും ചെറിയ നമ്പർ ആരാണ്? ചെറിയ നമ്പർ 2. അപ്പോൾ AD അടുത്ത് വരും, റൈറ്റ്? പിന്നെ ഏറ്റവും ഡിസ്റ്റൻസിൽ ഏറ്റവും നമ്പർ വലുതുള്ള ആളായിരിക്കും, അതാരാ? 20. അപ്പോൾ അവൻ അറ്റത്ത് വരും. B അറ്റത്തും D അടുത്തും കിടക്കുന്നതായിരിക്കും. കണ്ണടിച്ച് ആൻസർ ചെയ്തു. വാട്ട്സ് ആൻസർ? ADCB. ഓക്കെ, വാട്ട് ഈസ് ലിങ്കേജ്? എളുപ്പ വഴി നമുക്കറിയാം, റൈറ്റ്? ADCB. ആൻഡ് വാട്ട് ഈസ് ലിങ്കേജ്? ലിങ്കേജ് എന്ന ടേം കോയിൻ ചെയ്ത അദ്ദേഹമാണ് തോമസ് ഹണ്ട് മോർഗൻ. Experimental verification of chromosomal theory of inheritance by Thomas Hunt Morgan. He conducted experiment in Drosophila melanogaster. He studied body color, eye color, wing size that located on X chromosome. Marannu poyirudhu, right? Angane padikkuka. Clear? And linkage is inversely proportional to recombination. Recombination frequency thanneyana distance between gene. Okay da? Okay. The next X0 type. X0 എന്ന് പറയുന്ന ആരാ വരുന്ന? Type of sex determination which the male have only one X chromosome besides the autosome, whereas female have pair of X chromosomes is shown by grasshopper, right? What about sex determination? Henkin 1891. XX, XY in human and Drosophila, XX, X0 in grasshopper and insect, and ZZ, ZW birds. ZZ male bird and ZW female. Here female shows heterogamety. And haplodiploid in honeybee, right? Haplodiploid in honeybee, right? Haploid male and diploid female. Very important area. അങ്ങനെയുള്ള questions നിരവധി ചോദിക്കും മക്കളെ. റിവൈസ് ചെയ്യുക, റിവൈസ് പ്രോപ്പർലി. Then അടുത്തത് അസേർഷൻ റീസണിലേക്ക് പോകുമ്പോൾ എന്ത് ഏരിയ ആണ്? ജെനറ്റിക് ഡിസോർഡേഴ്സ്. നമുക്കറിയാം ജെനറ്റിക് ഡിസോർഡേഴ്സ് ആർ ഓഫ് 2 types, മെന്റേലിയൻ ആൻഡ് ക്രോമസോമൽ. മെന്റേലിയൻ ആർ ഓഫ് സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആയിട്ടുള്ളത് ആരാണ്? ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ്. ദെൻ ഓട്ടോസോമൽ റിസസീവ് ആരാണ്? ദാറ്റ് ഈസ് ഈ സിക്കിൾ സെൽ അനീമിയ, ഫീനൈൽ കീറ്റോനൂറിയ, താലസീമിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, ആൽബിനിസം. Then autosomal dominant myotonic dystrophy. Then chromosomal disorder ആണ്. നമുക്കറിയാം chromosomal disorder ആരാടാ? Chromosomal disorder that is due to aneuploidy, that is due to non-disjunction, Down syndrome, right? Down syndrome. Then Klinefelter syndrome. Then Turner syndrome. പഠിക്കുക, right? The Down syndrome trisomy, Klinefelter trisomy, Turner syndrome monosomy of X chromosome in female. See question. നമുക്കറിയാം ഓട്ടോസോമൽ റിസസീവ് സിക്കിൾ സെൽ അനീമിയ, the shape of RBC change from biconcave disc to elongated sickle like structure. Yes, sickle cell anemia. Mutant hemoglobin molecule undergo polymerization under low oxygen tension causing the change in shape of RBC. ശരി, അതുകൊണ്ടാണ്. രണ്ട് ശരിയാണ്. അപ്പോൾ കറക്റ്റ് റീസൺ ആണോ എന്ന് ബിക്കോസ് ചേർത്തൊന്ന് വായിച്ചേ. ഇൻ സിക്കിൾ സെൽ അനീമിയ ദ ഷേപ്പ് ഓഫ് RBC ചേഞ്ച് ഫ്രം ബൈകോൺകേവ് ഡിസ്ക് ടു ഇലോങ്ങേറ്റഡ് സിക്കിൾ ലൈക്ക് സ്ട്രക്ചർ ബിക്കോസ് ദ മ്യൂട്ടന്റ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ അണ്ടർഗോ പോളിമറൈസേഷൻ അണ്ടർ ലോ ഓക്സിജൻ ടെൻഷൻ കോസിംഗ് ചേഞ്ച് ഇൻ ഷേപ്പ് ഓഫ് RBC. കറക്റ്റ്. Assertion and reason and correct, and reason is the correct explanation of assertion എന്ന് വളരെ സ്മാർട്ട് ആയിട്ട് എഴുതുക. നമുക്കറിയാം ക്രോമസ് നമ്പർ 11 ജീനാണ്, റൈറ്റ് മക്കളെ? അപ്പോൾ നമ്മുടെ ബോട്ടണി കുറച്ച് ചാപ്റ്റേഴ്സ്, 2 ചാപ്റ്റേഴ്സ് നമ്മുടെ ഡിസ്കഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സുവോളജിയുമായിട്ട് സാറ് വരുന്നതാണ്. അപ്പോൾ ഏറ്റവും മിടുക്കരായിട്ട് പഠിക്കുക, ഏറ്റവും സ്മാർട്ടായിട്ട് പഠിക്കുക, ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കുക, സ്മാർട്ടായിട്ട് പഠിക്കുക, സ്ക്രാച്ച് ആൻഡ് വിൻ, റൈറ്റ്? ഓക്കെ, നല്ല പോലെ സ്കോർ അടിക്കാൻ നമുക്ക് സാധിക്കും. ഒരു ക്വസ്റ്റനിലൂടെ മാക്സിമം പോയിന്റ്സിലേക്ക് എത്തുക, സ്മാർട്ടായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഹൈ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നെറ്റ്ഫ്ലിക്സിലെ അടുത്ത ടോപ്പിക്സ് സുവോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻസിനകത്ത് 2020 തൊട്ട് 2023 വരെ 3 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. പക്ഷേ 2024 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ 2020-ലും 2023-ലും 2 ക്വസ്റ്റ്യനും 2021-ലും 2022-ലും 3 ക്വസ്റ്റ്യൻ ആയിരുന്നു. 2024 2 ക്വസ്റ്റ്യൻ.
അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഹ്യൂമൻ റീപ്രൊഡക്ഷൻസിലെ സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് റിഗാർഡിംഗ് ദ റൂട്ട് ഓഫ് സ്പേം ട്രാൻസ്പോർട്ട് ത്രൂ ദി ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്തുള്ള സ്പേമിൻ്റെ ട്രാൻസ്പോർട്ടാണ് പറയുന്നത്. സ്പേം ട്രാൻസ്പോർട്ടുമായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. സ്പേമിൻ്റെ ട്രാൻസ്പോർട്ട്. അപ്പോൾ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ് അസസറി ഡക്റ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ്. അസസറി ഡക്റ്റ് സിസ്റ്റം ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ അസസറി ഡക്റ്റ് സിസ്റ്റത്തിനകത്ത് നിന്ന് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ ഉണ്ടാകുന്ന സ്പേം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പാത്ത് വേ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫ്ലോ ചാർട്ടാണ്, അതെപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഫ്ലോ ചാർട്ട് അതിൽ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും റെറ്റി ടെസ്റ്റിസിൽ നിന്നും വാസ എഫറൻഷ്യയിലേക്കും വാസ എഫറൻഷ്യയിൽ നിന്നും എപ്പിഡൈഡൈമസിൽ നിന്നും സ്പേം ഡക്റ്റ്, അങ്ങനെയൊക്കെയാണ്. ആ സ്പേം ഡക്റ്റ് അസസറി ഡക്റ്റുമായിട്ട് അസസറി സെക്സ് ഗ്ലാൻഡുമായിട്ട് കണക്റ്റഡ് ആയിട്ട് യൂറിത്ര വഴിയാണ് പോകുന്നത്. അപ്പോൾ കറക്റ്റ് പാത്ത് വേ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. സെമിനിഫറസ് ട്യൂബ്യൂൾ, റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡൈമസ്. അത് എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നുള്ള സ്പേമിൻ്റെ ട്രാൻസ്പോർട്ട് അത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ചൂസ് ദി ഇൻകറക്റ്റ് മാച്ച് വിത്ത് റെസ്പെക്റ്റ് ടു ഹ്യൂമൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇത് ഹ്യൂമൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ സംബന്ധിച്ചിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള മാച്ച് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻ 1 മോൺസ് പ്യൂബിക്സ്, എ ക്യൂഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂസ് കവേർഡ് വിത്ത് സ്കിൻ ആൻഡ് പ്യൂബിക് ഹെയർസ്. അസസറി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റാണ്, അത് ശരിയാണ്. ലേബിയ മെജോറ, ഫ്ലഷി ഫോൾഡ് ഓഫ് ടിഷ്യൂസ് ആണ് എക്സ്റ്റെൻഡിങ് ഡൗൺ ഫ്രം ദ മോൺസ് പ്യൂബിക്സ്. ആംബ്യൂള ഓഫ് ഓവിഡക്റ്റിൻ്റെ ആംബ്യൂള, സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് ഈ ഓവിഡക്റ്റിൻ്റെ വൈഡർ പാർട്ടായ ആംബ്യൂളറി റീജിയനാണ്. കറക്റ്റാണ്. മമേറി ലോബ്സ് കണ്ടെയ്ൻ 40 to 50 ഇൻ ഈച്ച് ബ്രസ്റ്റ്. അത് തെറ്റാണ്. മമേറി ലോബുകളുടെ എണ്ണം 40 to 50 അല്ല, 10 to 50 ആണ്. 50 to 20 ആണ്. 15 മുതൽ 20 ആണ്. 15 to 20, 50 to 20 ലോബ്സ് ആണ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറഞ്ഞത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ മമേറി ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചറാണ് അറിഞ്ഞിരിക്കുന്നത്. ഇത് മമേറി ഗ്ലാൻഡാണ്. അസസറി ആയിട്ടുള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡാണ്. അസസറി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് അത്. മമേറി ഗ്ലാൻഡ്സിനകത്ത് മമേറി ലോബുണ്ട്, മമേറി ആൽവിയോളസ് ഉണ്ട്, മമേറി ഡക്റ്റ് ഉണ്ട്, ആംബ്യൂളയുണ്ട്, ലാക്ടിഫറസ് ഡക്റ്റ് ഉണ്ട്. അതിനകത്തും ഫ്ലോ ചാർട്ട് ചോദിക്കും. മിൽക്ക് സക്കിങ്ങിന് ഓർ മിൽക്ക് ഇജക്ഷൻ മമേറി ഗ്ലാൻഡിൽ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള ഫ്ലോ ചാർട്ടും ചോദിക്കാം. അങ്ങനെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ മമേറി ഗ്ലാൻഡ്സിനകത്ത് ആൽവിയോളയുടെ എണ്ണം 50 to 20 ആണ്. അപ്പോൾ അതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് സ്പെർമാറ്റോജെൻസിസും ഊജെൻസിസിനെയും സംബന്ധിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ കൺസെപ്റ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്പേംസ് ആൻഡ് ഓവ പ്രൊഡ്യൂസ്ഡ് ബൈ 100 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആൻഡ് 100 സെക്കൻഡറി oocyte will be respectively. അപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഓരോ പ്രൈമറി സ്പെർമാറ്റോസൈറ്റും നൽകുന്ന സ്പേമിൻ്റെ എണ്ണം 4 സ്പേമാണ്. അതുപോലെ ഓരോ സെക്കൻഡറി ഊസൈറ്റിൽ നിന്ന് ഉണ്ടാകുന്നത് ഓരോ സെക്കൻഡറി ഊസൈറ്റിൽ നിന്നും ഓരോ ഓവവുമാണ് ഉണ്ടാകുന്നത്. 1 ഓവം. ഇവിടെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്, 100 ആണ്. 100 പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പേം ഉണ്ടാകും എന്നുള്ളത് ഓരോന്നിൽ നിന്നും 4 ആണ്. അപ്പോൾ 100 into 4, അതായത് 400 സ്പേം. സെക്കൻഡറി ഊസൈറ്റിൽ നിന്ന് ഓരോന്നിൽ നിന്നും ഓരോ ഓവം ഉണ്ടാകുന്നത് 100
സെക്കൻഡറി യൂസേറ്റ് ഉണ്ടാകുമ്പോൾ 100 ഇൻറ്റു 1 ദാറ്റ് ഇസ് 100 ഓവം. 100 ഓവം ഓരോന്നിൽ നിന്നും ഓരോ ഓവമാണ്. ഓരോ സെക്കൻഡറി യൂസേറ്റ് ഓരോ ഓവമാണ് നൽകുന്നത്. അപ്പോൾ 100 സെക്കൻഡറി യൂസേറ്റ്, 100 സെക്കൻഡറി യൂസേറ്റിൽ നിന്ന് 100 ഓവവും ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമാണ് നൽകുന്നത്. അപ്പോൾ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമ ആകുമ്പോൾ ഇവിടെ 100 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് 3 ആണ്. അതിൻ്റെ കൺസെപ്റ്റ് നമ്മുടെ NCERTയിലുള്ള ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻസ് ഓഫ് സ്പെർമാറ്റോജെനിസിസ് ആൻഡ് oogenesis. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആൻസർ 400 സ്പെർം ആൻഡ് 100 ഓവയാണ്. ഓപ്ഷൻസ് 3 ആണ് കറക്റ്റ്. അതാണ് അവിടുത്തെ കൺസെപ്റ്റ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് 4 സ്പെർമിനെയാണ് നൽകുന്നത്, ഒരു പ്രൈമറി. അതുപോലെ സെക്കൻഡറി ഊസൈറ്റ് ആണ് ഓവമായി മാറുന്നത്. ഒരു സെക്കൻഡറി ഊസൈറ്റ് ഓരോ ഓവം നൽകുമെങ്കിൽ എത്ര എണ്ണം ചോദിച്ചാലും അപ്പോൾ ആ കൺസെപ്റ്റ് വെച്ച് ഇപ്പോൾ ഇവിടെ 100 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 100 ഇൻറ്റു 1 100 ഓവവും പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എത്രയാ നൽകുന്ന സ്പേമിൻ്റെ എണ്ണം 4 ആണ്. ഇപ്പം ഇവിടെ 100 തന്നിട്ടുണ്ട്. 100 ഇൻറ്റു 4 400 സ്പേമാണ്. 400 സ്പേമാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻസ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആണ്. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്. ഇൻ ഹ്യൂമൻ ഫീമെയിൽ oogenesis is completed at the time of fertilization. കറക്റ്റാണ്. ഹ്യൂമൻ ഫീമെയിൽസിനകത്ത് oogenesis എന്ന് പറയുന്നത് ഓവം ഫോർമേഷൻസിനെയാണ് oogenesis എന്ന് പറയുന്നത്. ഓവത്തിൻ്റെ ഫോർമേഷൻ, ദറ്റ് ഈസ് കോൾഡ് oogenesis. പ്രോസസ് ഓഫ് ഫോർമേഷൻസ് ഓഫ് ഓവം, ഓവറിക്കകത്ത് ഓവം ഉണ്ടാകുന്ന ആ പ്രോസസ്സാണ് oogenesis. ഓവം ഫോർമേഷനെയാണ് oogenesis എന്ന് പറയുന്നത്. കറക്റ്റാണ്. റീസൺ ദ എൻട്രി ഓഫ് സ്പേം ഇൻ ടു ദ ഓവം ഇൻഡ്യൂസസ് കംപ്ലീഷൻ ഓഫ് മിയോട്ടിക് ഡിവിഷൻസ്. അപ്പം സ്പേം വന്ന് ഓവത്തിനെ ടച്ച് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റഡ് ആകുന്നത്. അപ്പോഴാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ അത് രണ്ടും കറക്റ്റാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കൺസെപ്റ്റ് oogenesis ആണ്. സ്ട്രക്ചർ ഓഫ് സ്പേം ആണ്. ഇവിടെ ഓവത്തിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ആ ഓവത്തിനകത്തേക്ക് സ്പേം വന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് ഇതിന് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് സെക്കൻഡറി ഊസൈറ്റ് ഓവമായി മാറുന്നത്. അപ്പോൾ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ സ്പേം ടച്ച് ചെയ്യണം. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റഡ് ആകണമെങ്കിൽ സ്പേം വന്ന് ടച്ച് ചെയ്യണം. എൻട്രി ഓഫ് സ്പേം ഇൻറ്റു ഓവം, എൻട്രി ഓഫ് സ്പേം ഇൻറ്റു ഓവം. ഓവത്തിനകത്തേക്ക് സ്പേം എൻട്രി ചെയ്യണം. എൻട്രി ഓഫ് സ്പേം ഇൻറ്റു ഓവം എങ്കിലേ സെക്കൻഡറി മിയോട്ടിക് ഡിവിഷൻ, സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റഡ് ആവും. അപ്പോൾ അത് കറക്റ്റാണ്. അസേർഷനും റീസണും കറക്റ്റാണ്. ആ അസേർഷനുള്ള കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ് ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺസ് ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻസ് ഓഫ് അസേർഷൻ. അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ് റീസൺ. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്തത് 2 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. Read the given statements. Statement A, Leydig cells are located in interstitial space in testes. കറക്റ്റാണ്. ഇൻഡർസ്റ്റീഷ്യൽ സെൽസിന് പറയുന്ന മറ്റൊരു പേരാണ് Leydig cells. ഇൻ്റർസ്റ്റീഷ്യൽ സെൽസിന് പറയുന്ന വേറൊരു പേരാണ് Leydig cells. Leydig cells കാണുന്നത് ടെസ്റ്റസിനകത്തുള്ള ഇൻഡർസ്റ്റീഷ്യൽ സ്പേസിലാണ്. അത് കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. Statement B, Sertoli cells of seminiferous tubules provide nourishment to the developing sperm. ഡെവലപ്പ് ചെയ്യുന്ന സ്പേമിനാകെ ന്യൂട്രീഷൻ കൊടുക്കുന്ന ന്യൂട്രിറ്റീവ് സെൽസാണ് സെർട്ടോളി സെൽസ്. കറക്റ്റാണ്. സെർട്ടോളി സെല്ല് ന്യൂട്രിറ്റീവ് സെൽസാണ്. ഓർ നറിഷ്മെൻറ്റ് കൊടുക്കുന്ന സെല്ലാണ്. ന്യൂട്രിറ്റീവ് സെൽസാണ് സെർട്ടോളി സെൽസ്. ന്യൂട്രിറ്റീവ് സെൽസാണ്. അപ്പം ഇവിടെ രണ്ടും കറക്റ്റ് ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് സെർട്ടോളി സെൽസ് ആൻഡ് Leydig സെൽസിന് അത് ഡയഗ്രമാറ്റിക് സെക്ഷണൽ വ്യൂ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ. സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഡയഗ്രമാറ്റിക് സെക്ഷണൽ വ്യൂ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇൻഡർസ്റ്റീഷ്യൽ സെൽസ് കാണാം. ഇൻഡർസ്റ്റീഷ്യൽ സെൽസ് ഉണ്ട്. അതേപോലെ സെർട്ടോളി സെൽസും ഉണ്ട്. സെർട്ടോളി സെൽസ് ഇൻഡർസ്റ്റീഷ്യൽ സെൽസിനെയാണ് Leydig സെൽസ് എന്ന് പറയുന്നത്. അത് ഇൻഡർസ്റ്റീഷ്യൽ സെൽസ്. അതുപോലെ നറിഷ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്ന സ്പേമിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെൻറ്റ് കൊടുക്കുന്നത് ഈ ന്യൂട്രിറ്റീവ് സെൽസ് ആയിട്ടുള്ള സെർട്ടോളി സെൽസാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്.
ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് എ ആൻഡ് ബി ആർ കറക്റ്റ്. ഓപ്ഷൻ 3 ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് പോകാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക്. എ പ്രൊജസ്ട്രോജൻ എലോൺ ഓർ ഇൻ കോമ്പിനേഷൻ വിത്ത് ഈസ്ട്രോജൻ ക്യാൻ ബി യൂസ്ഡ് ബൈ ദി ഫീമെയിൽ ആസ് ഇഞ്ചക്ഷൻ ഓർ ഇംപ്ലാന്റ് അണ്ടർ ദ സ്കിൻസ്. ഫീമെയിൽസുകൾ സ്കിന്നിനടിയിലായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെ ഇംപ്ലാന്റ് കാറ്റഗറിയിലാണ് പഠിക്കുന്നത്. ഇംപ്ലാന്റ്സ് എന്ന് പറയുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൽ ഇംപ്ലാന്റ്സിനകത്ത് വരുന്നതാണ്. ഒന്നീ പ്രൊജസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺസ് മാത്രമാകാം, അല്ലെങ്കിൽ പ്രൊജസ്ട്രോജനും ഈസ്ട്രോജനും കൂടെ ചേർത്തിട്ട് സ്കിന്നിനകത്ത് സ്കിന്നിൻ്റെ അടിയിലായിട്ട് വെക്കുന്ന ഇംപ്ലാന്റ്സ് ആയിട്ട് ഫീമെയിൽ ഉപയോഗിക്കുന്നുണ്ട്. കറക്റ്റാണ്, ശരിയാണ്, കറക്റ്റാണ്. The mode of actions of implant is similar to oral contraceptive pills. കാരണം ഹോർമോൺസ് ആണ് ഇതിനകത്തുള്ള കോമ്പോസിഷൻ. അതുകൊണ്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ടുള്ള ഗുളികകൾ, പിൽസുകളെ പോലെയാണ് മോഡ് ഓഫ് ആക്ഷൻ. ബട്ട് ദ എഫക്റ്റീവ് പീരീഡ് ഈസ് മച്ച് ഷോർട്ടർ അല്ല, അത് ലോങ്ങർ ആണ്. ഷോർട്ടർ അല്ല, അതുകൊണ്ട് അത് തെറ്റാണ്. ഷോർട്ടർ അല്ല, ഇതിൻ്റെ എഫക്റ്റീവ് പീരീഡ് കുറേ സമയം നിൽക്കും. കുറച്ച് സമയം മാത്രമല്ല, കൂടുതൽ സമയം നിൽക്കും. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ബി എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ്സ് നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആൻഡ് ഇംപ്ലാന്റ്സ്, ഇതാണ് സ്കിന്നിനടിയിൽ വെക്കുന്ന ഇംപ്ലാന്റ്സ്. ആ ഇംപ്ലാന്റ്സിൻ്റെ ആക്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ only statement A is correct. അതാണ് ആൻസർ. only statement A is correct എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് എ മാത്രമേ ഉള്ളൂ കറക്റ്റ്, ബി കറക്റ്റ് അല്ല. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്തതും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻസാണ് യൂസ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ് ഇൻഹിബിറ്റ് ഓവുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ഓവുലേഷൻസ് എന്ന് പറയുന്നത് ഓവത്തിൻ്റെ ഫോർമേഷനാണ്. മെൻസുസൈക്കിൾസിൻ്റെ 14ാമത്തെ ഡേയിൽ മെച്ചോർ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് ഓവം റിലീസ് ചെയ്യും. അതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ആ ഓവുലേഷനെ തടയുകയും ചെയ്യും. അതുപോലെ ഇംപ്ലാന്റേഷൻസ്, അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് ഇംപ്ലാന്റ് ചെയ്യും. അവയും ഓവുലേഷനെയും ഇംപ്ലാന്റേഷനെയും ഇൻഹിബിറ്റ് ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏത് കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് പിൽസുകളുടെ ഗുളികളുടെ പ്രവർത്തനം അങ്ങനെയാണ്. ട്യൂബെക്ടമി എന്ന് പറയുന്നത് സർജിക്കൽ സ്റ്റെറിലൈസേഷൻ ടെക്നിക്കാണ്. സർജിക്കൽ സ്റ്റെറിലൈസേഷൻ ഇൻ ഫീമെയിലുള്ളതാണ് ട്യൂബെക്ടമി. നോൺ മെഡിക്കേറ്റഡ് IUDS ഒരു ടൈപ്പ് ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ആണ്. അതിന് എക്സാമ്പിൾസ് ലിപ്പീസ് ലൂപ്പാണ്. അത് വരത്തില്ല, ലിപ്പീസ് ലൂപ്പ്. കോപ്പർ റിലീസിങ് ആയിട്ടുള്ള IUDS ഉണ്ട്. അതിന് എക്സാമ്പിൾ കോപ്പർ T, കോപ്പർ 7, അതുപോലെ മൾട്ടി ലോഡ് 375. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഓവുലേഷനും ഇംപ്ലാന്റേഷനും ഇൻഹിബിറ്റ് ചെയ്യുന്ന ഏത് ടൈപ്പ് കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ്സ് ആണെന്നാണ്. അപ്പോൾ അതുമായിട്ട് നമ്മൾ ഓർത്തിരിക്കുമ്പോൾ നോൺ മെഡിക്കേറ്റഡും കോപ്പർ റിലീസിങ്, ഹോർമോൺ റിലീസിങ്ങിനകത്ത് പ്രൊജസ്റ്റാ അസേർട്ട്, അതുപോലെ LNG20 ഇതും കൂടി ഓർത്തിരിക്കണം. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ഈ തന്നിരിക്കുന്ന മെത്തേഡിൽ ഓവുലേഷൻസും ഇംപ്ലാന്റേഷനും ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഏത് ടൈപ്പ് കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് പിൽസുകൾ മാത്രമേ ഓവുലേഷനും ഇംപ്ലാന്റേഷനും ഇൻഹിബിറ്റ് ചെയ്യൂ. ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് പിൽസ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ 1 ആണ്. അതാണ് ഓർക്കേണ്ടത്. അടുത്തത് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റെഫറൻസ് ടു ദി കോൺട്രാസെപ്റ്റീവ്സ് ദാറ്റ് പ്രൊവൈഡ് അഡീഷണൽ ബെനിഫിറ്റ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദ യൂസേഴ്സ് ഫ്രം കോൺട്രാക്റ്റിംഗ് STIs എന്ന് പറഞ്ഞാൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷനെയാണ് STIs എന്ന് പറയുന്നത്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നും പറയാം, അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, സെക്ഷുവലി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫെക്ഷൻസിൽ നിന്നും അഡീഷണൽ ബെനിഫിറ്റ് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡാണ്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് തിൻ റബ്ബർ ഓർ ലാറ്റസ് ഷീത്ത്.
ദാറ്റ് ഈസ് യൂസ്ഡ് ടു കവർ ദ പീനിസ് ഇൻ മെയിൽ, പീനിസ് മെയിൽ, അതോ കോണ്ടംസ്, മെയിൽ കോണ്ടംസ്, അതാണ്. ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ, അതല്ല. ഇറ്റ് പ്രിവെൻറ്റ്സ് കൺസെപ്ഷൻ ബൈ അലോയിങ് ദ എൻട്രി ഓഫ് സ്പേം ത്രൂ സെർവിക്സ്, അല്ല. ഇറ്റ് ഇൻക്രീസ് ദ ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം ഇൻ ദി യൂട്രസ്, അല്ല. അത് കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡിലെ ഇൻക്രീസ് ദ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് IUDS, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്, ഉപയോഗിക്കുമ്പോഴാണ് ഫാഗോസൈറ്റോസിസ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കോണ്ടംസ് ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് തിൻ റബ്ബർ ലാറ്റക്സ് ഷീത്ത് ദാറ്റ് കവർ ടു ദി പീനിസ് ഇൻ മെയിൽ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഓർത്തിരിക്കേണ്ട കൺസെപ്റ്റ് ബാരിയർ മെത്തേഡ്സ് ആണ്. ബാരിയർ മെത്തേഡ്സിൽ കോണ്ടംസ്, മെയിൽ കോണ്ടംസും ഉണ്ട്, ഫീമെയിൽ കോണ്ടംസും ഉണ്ട്. സാധാരണ മെയിൽ കോണ്ടംസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനെ നിരോധം എന്ന് പറയും. മെയിൽ കോണ്ടംസ് നിരോധ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള കോണ്ടമാണ്. പോപ്പുലറൈസ്ഡ് കോണ്ടം യൂസ്ഡ് ഫോർ മെയിൽ. പോപ്പുലറൈസ്ഡ് കോണ്ടംസ് ഇൻ മെയിലാണ് നിരോധ്, അതാണ്. അപ്പോൾ ഓപ്ഷൻ ഫസ്റ്റ് ആണ് ആൻസർ. അടുത്തത് എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി ഫോളോയിങ്സ് ആർ ട്രൂ. താഴെ പറയുന്ന എല്ലാം ശരിയാണ് വിത്ത് റെസ്പെക്റ്റ് ടു സഹേലി. സഹേലിയെ സംബന്ധിച്ച് എക്സെപ്റ്റ് എന്ത് മാത്രമാണ്. സഹേലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നോൺ സ്റ്റീറോയിഡായിട്ടുള്ള ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആണ്. അത് CDRI എന്ന് പറയുന്ന സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്തതാണ്. അത് ഒൺസ് എ വീക്ക് ആഴ്ചയിൽ ഒരു ഗുളിക വെച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എല്ലാം ട്രൂ ആണ് സഹേലിയെ സംബന്ധിച്ച് എന്തൊഴികെ. ഇപ്പോൾ ഇൻഹിബിറ്റ് ഇംപ്ലാന്റേഷൻ ആസ് വെൽ ആസ് ഓവുലേഷൻ എന്നതാണ്. അതൊഴികെ ബാക്കിയെല്ലാം കറക്റ്റാണ്. നോൺ സ്റ്റിറോയിഡൽ പ്രിപ്പറേഷനാണ്, സ്റ്റിറോയിഡ്സ് ഇല്ലാത്തതാണ്, കറക്റ്റാണ്. ലക്നൗ ആണ് ഡെവലപ്പ് ചെയ്തത്. CDRI ഒൺസ് എ വീക്ക് പിൽസ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് സഹേലി. CDRI സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതാണ് CDRIയുടെ എക്സ്പാൻഷൻ. അത് ലക്നൗവിലാണ് അവർ വികസിപ്പിച്ചെടുത്ത പ്രത്യേകത. നോൺ സ്റ്റീറോയിഡലാണ്, ആഴ്ചയിൽ ഒന്ന് മാത്രം ഉപയോഗിക്കുന്ന കോൺട്രാസെപ്റ്റീവ്സ് ആണ്. അതെല്ലാം കറക്റ്റാണ്. കറക്റ്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എ ലേഡി ഈസ് ഡയഗ്നൈസ്ഡ് ടു ഹാവ് ബോത്ത് ഫാലോപ്പിയൻ ട്യൂബ്സ് കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ART ഷീ കനോട്ട് യൂസ് ടു കൺസീവ് എ ചൈൽഡ്. ഒരു ലേഡിയുടെ റൈറ്റും ലെഫ്റ്റും ഫാലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ് കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആയിട്ടുണ്ട്. താഴെ പറയുന്ന ഏത് ART എന്ന് പറയുന്നത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയാണ്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയാണ്. അതിൽ ഏത് ടെക്നോളജി ഉപയോഗിക്കാതിരുന്നാൽ, ഏത് ടെക്നോളജി അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, അതിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ART ഷീ കനോട്ട് യൂസ്. താഴെ പറയുന്നതിൽ ഏത് ART ഉപയോഗിക്കാതിരുന്നാൽ, കനോട്ട് യൂസ് ഉപയോഗിക്കാതിരുന്നിട്ട് ചൈൽഡ് റിസീവ് ചെയ്യാൻ പറ്റുമെന്ന് താഴെ പറയുന്നതിൽ. അതപ്പോൾ നമ്മൾ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ടെക്നിക്സുകളുണ്ട്. അതാണ് ARTയിലുള്ള പ്രധാനപ്പെട്ട ടെക്നിക്ക്. ഗിഫ്റ്റ് ഉണ്ട്, IUT ഉണ്ട്, IVF ഉണ്ട്, ICSI ഉണ്ട്. അപ്പം ഷീ കനോട്ട് യൂസ് ടു കൺസീവ് ചെയ്യാൻ പാടില്ല. ഫെലോപ്പിയൻ ട്യൂബ് ബ്ലോക്കാണ്, ഫെലോപ്പിയൻ ട്യൂബ് ബ്ലോക്കാണെങ്കിൽ. അപ്പോൾ അത് ഏത് ടെക്നിക്കാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ART ഷീ കനോട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തത്? ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ഒക്കെ സാധ്യമാണ്, യൂട്രസിനകത്തേക്ക് ട്രാൻസ്ഫർ. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ സാധ്യമാണ്. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷനും സാധ്യമാണ്. ഫാലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക് ആയതുകൊണ്ട് ഗ്യാമേറ്റുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ, അതാണ് പോസിബിൾ ആകാത്തത്, അതാണ് യൂസ് ചെയ്യാൻ പറ്റാത്തത്. ബാക്കി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ART ടെക്നിക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പ്രോഗ്രാംസുകൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, അല്ലെങ്കിൽ അതിനെ ഫോളോവഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും. എംബ്രിയോ ട്രാൻസ്ഫർ, അത് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. അതിനകത്ത് സ്വിഫ്റ്റ് ഉണ്ട്, സൈഗോട്ട്
ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ സൈഗോട്ട്, ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ഉണ്ട്. അതുപോലെ അതായത് ഈ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആകുമ്പോൾ 8 ബ്ലാസ്റ്റോമിയർ വരെയുള്ള എംബ്രിയോയെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ് ടു 8 ബ്ലാസ്റ്റോമിയർ. 8 കൂടുതലാണെങ്കിൽ അത് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ IUT ആണ്. മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ കൂടുതൽ വന്നാൽ അത് IUT ആണ്, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ആണ്. അതുപോലെ ഗമൈറ്റ് ട്രാൻസ്ഫർ ഇവിടെ നടക്കത്തില്ല, അത് ഗിഫ്റ്റ് എക്സ്പാൻഷൻ ചോദിക്കും. ഗ്യാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ഡയറക്റ്റായിട്ട് സ്പെർമിനെ ഓവത്തിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ICSI ഉണ്ട്, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചെക്ഷൻ, അതുപോലെ അസിസ്റ്റഡ് AI ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. മെയിൽ പാർട്ട്നേഴ്സിന് ഇൻസെമിനേറ്റ് ചെയ്യാനുള്ള കഴിവില്ലാതിരിക്കുകയോ സ്പെർമിൻ്റെ കൗണ്ട് കുറേയൊക്കെ ചെയ്യുന്ന കേസിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഒരു AI ടെക്നിക്ക്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ART ടെക്നിക്ക്, ART ഓർ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്ക്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ ആണല്ലോ? അപ്പോൾ ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്റേഴ്സിൽ നിന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ.